വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഗ ക്രാഫ്റ്റ് ഐഡിയാസ്. എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും സാധനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ നീച്ചിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് നീച്ച് അപ്പോൾ തന്നെ പോയി റെഡി ആയിരുന്നല്ല, നീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ജലദോഷം അങ്ങനത്തെ കുറച്ച് പരിപാടീസാണ്. പക്ഷേ നമ്മളങ്ങനെ ആർക്കും ഇങ്ങനെ തോറ്റൊന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഞങ്ങളുടെ ഓണം നോക്കാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ നീച്ചിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്മച്ചനായിരിക്കും ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഞാനേ സഹായിക്കും. അപ്പോൾ ഞങ്ങൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അതിന് മുമ്പൊക്കെ അമ്മച്ചനായിരുന്നു പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബേബി രാവിലെ നീച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു. ഓണം വിഷു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പുട്ട് പഴം പപ്പടം അതായിരിക്കും മെയിനായിട്ട് ഉണ്ടാവാറുള്ളത്. സോ അങ്ങനെ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഹൃദു കൂടി ഇന്നലെ പ്ലാൻ ഇട്ടുള്ള ഒരു കാര്യമായിരുന്നു മൂവി കാണാമെന്ന്. അതായത് ഹൊററായിട്ടുള്ള ഒരു മൂവി കാണാമെന്ന്. അപ്പോൾ ഞങ്ങൾ ദി പ്രീസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോ പരിപാടിയിലാണ്. അപ്പം അത് ഞാനും ഹൃദും കൂടി സിനിമ കണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഗിൽച്ചൊക്കെ ഓള് മറ്റേ വളയത്തെ ഗിൽച്ചൊക്കെ എൻ്റെ മേത്തായിട്ടുണ്ട്. കണ്ടു കഴിച്ച് കുറച്ചധികം തിളങ്ങുന്നത് ഇത് ചെയ്യുക ഭയങ്കര തിളക്കാണേ. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ അവിടെ ഇരുന്ന് മൂവി കാണുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതോട് കിടന്നിട്ടുള്ള മുടിയൊക്കെ കൊളായിട്ടുണ്ട്. ഇത് ഈ പ്രീസ്റ്റ് ആട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ ടൈപ്പ് മൂവിയാണ്. ഹൊററാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണിത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാട്ടോ. പിന്നെ അതേ നമ്മുടെ ബേബിനെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബേബി ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിരുന്നു. ബി ഹാപ്പി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലും ബേബിയുടെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ആളിവിടെ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വോയിസ് എടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതേ ഇന്ന് അമ്മച്ചതേ വാഴയിലൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പരിപാടികളുണ്ടായിരുന്നു നമ്മുടെ മറ്റേ TV-യിൽ. അപ്പോൾ അതൊന്നും ഞാൻ ഇന്ന് അങ്ങനെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ആ മൂവിയൊക്കെ ആണെങ്കിൽ കാണാറുണ്ട്. പക്ഷേ ഇന്നൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നിവിടെ നമ്മുടെ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ബേബിയുടെ പിന്നാലെ ആയിരുന്നു കേട്ടോ കളിപ്പിച്ചിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നിനും പോയിട്ടില്ല. പിന്നെ നമ്മുടെ മോമും പിന്നെ ആൻറ്റിയും അമ്മമ്മയൊക്കെ പാടെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പരിസരത്തോട്ടേ പോയിട്ടില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ് കേട്ടോ. ഞാൻ അവിടെ ഫുൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലായിരുന്നു. പിന്നെ അതിൽ നിന്ന് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. പിന്നെ അത് ഇന്നത്തെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലടയായിരുന്നു കേട്ടോ. ഇന്നലെ ചെറുപയർ പായസമായിരുന്നു ഉത്രാട ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല. എങ്കിലും ചെറുതായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.